ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയെ UDF ഡെപ്യൂട്ടേഷനിൽ നൽകിയെന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സ്റ്റീഫൻ ജോർജാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കിപ്പോൾ ചേരുകയാണ്. എന്താണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ കാരണം? ഞാൻ ഉന്നയിക്കുന്ന ഒരു ആരോപണമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം 15-ാം തീയതി ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ് സിമോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്ന ചുങ്കത്തറ വെച്ച് നടന്നിട്ടില്ല, അവിടുത്തെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹാളിൽ വെച്ച് നടന്ന ജില്ലാ നേതൃസമ്മേളനം, ആ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ തോമസ് ഉണ്ണിയാറിൻ്റെ ഒപ്പം ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഈ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയാണ്. 1.5 മാസം നടന്ന മീറ്റിംഗാണ്. ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് കേരള കോൺഗ്രസിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ ബി.ജെ.പി NDA സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ജോസഫ് ഗ്രൂപ്പല്ല എന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? ആ സ്ഥാനാർത്ഥിയോട് തന്നെ ചാനലുകാർ ചോദിച്ചു, നിങ്ങൾ കേരള കോൺഗ്രസ് എം ആണോ? അതേ പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ ജോസഫ് ഗ്രൂപ്പാണ്. ആ ബൈറ്റുണ്ടല്ലോ. ഇതിനപ്പുറത്തത് എവിഡൻസ് എന്താ ഉള്ളത്? അതാണ് ഞാൻ പറഞ്ഞു, UDF-ഉം അത് പിന്നെ ബി.ജെ.പിയും തമ്മിലുള്ള അന്തർധാര പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ കടങ്ങൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബി.ജെ.പിയുടെ 5 വോട്ട് മേടിച്ചാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കാലത്തും അവിടെ നടന്നിട്ടുണ്ട്. കടുത്തുരുത്തിൽ 11,000 വോട്ടുണ്ടായിരുന്ന ബി.ജെ.പിക്ക് 5,000 വോട്ടാണ് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഉള്ളത്. എവിടെ പോയി ബാക്കി വോട്ട്? പാലായാലും അത് തന്നെ. അപ്പോൾ വന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ അന്തർധാര ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, നിയമസഭാംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവ് തെളിയിച്ച എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു നല്ല നേതാവാണ് എന്ന് വന്നപ്പോൾ, LDF ജയിക്കുമെന്ന് വന്നപ്പോൾ, അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്. ഇടതുപക്ഷ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ എല്ലാ നേതാക്കളും ഒരേപോലെ പറഞ്ഞു, ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി. അപ്പോൾ LDF ജയിക്കുമെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ്, സ്ഥാനാർത്ഥി ഇല്ലാത്ത ബി.ജെ.പിക്ക്, സ്ഥാനാർത്ഥിയെ നിർത്താൻ പ്ലാൻ ഇല്ലാത്ത ബി.ജെ.പിക്ക്. എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ സ്ഥാനാർത്ഥി നിർത്തിയാൽ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാകില്ല, അവിടെ സ്ഥാനാർത്ഥി നിർത്തേണ്ട ആവശ്യമില്ലെന്ന് എത്രയോ പ്രാവശ്യം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി. അതല്ലേ ഇന്ന് 2-ാം തീയതി നോമിനേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. അവസാനം ഒരു അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ ആണ് തീർച്ചയായും ബി.ജെ.പി സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളതും. അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് ഡെപ്യൂട്ടേഷനിൽ UDF-ൻ്റെ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആയിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ ഭാരവാഹിയെ തന്നെ വിട്ടുകൊടുത്തു എന്നുള്ളത് അത് നമ്മൾ കാണേണ്ട കാര്യമാണ്, ചെറിയ കാര്യമല്ല. മറ്റൊരു ആരോപണം കൂടി താങ്കൾ ഉന്നയിക്കുകയാണ്. അതായത് 2 MLA-മാർ, ഒന്ന് കടുത്തുരുത്തി MLA മോൻസ് ജോസഫ്, മറ്റൊരാൾ പാലാ MLA മാണി സി കാപ്പൻ, ഈ രണ്ടുപേരും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ് താങ്കൾ ഉന്നയിച്ച ആരോപണം. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്? അല്ല, അതിൻ്റെ ഏക അടിസ്ഥാനം കണ്ടു എന്നുള്ളതാണ്. ആ 2 MLA-മാരും അമിത്ഷായെ കണ്ടു ഡൽഹി വെച്ച്, അതാണ് അടിസ്ഥാനം. എന്ന് കണ്ടു, എവിടെ വെച്ച് കണ്ടു എന്ന് പറയാൻ താങ്കൾ കഴിയും? ഇപ്പോൾ ഡീറ്റെയിൽസ് മുന്നിൽ ആവശ്യം വന്നാൽ ഞാൻ പുറത്തുവിടും. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങളെല്ലാം അറിയാം, UDF-ൻ്റെ അധ്യക്ഷൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം. വിശദമായി അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കൂ, പറയും. VD സതീശനെതിരെയും 2 MLA-മാർക്കെതിരെയുമാണ് അങ്ങ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. സതീശനെതിരെ ഞാൻ എന്താ പറഞ്ഞു? എന്താ ആരോപണം? UDF ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് അറിയാമെന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹം പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ 2 പേര് പോയി അമിത്ഷായെ കണ്ടിരുന്നു, അക്കാര്യം സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണോ സന്ദർശനം? ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ പോയി കഴിഞ്ഞ സംഭവം ഇങ്ങനെ കണ്ടു എന്നുള്ള കാര്യം, വിവരങ്ങൾ ഇപ്പം ഞാൻ അറിഞ്ഞ പോലെ അദ്ദേഹത്തിന് അറിയാമല്ലോ. എന്തിനാണ് ഇവർ കണ്ടത്? അത് പുറത്തു വരേണ്ട രഹസ്യമാണ്. ആ കൂട്ടുകെട്ടും കൂടിക്കാഴ്ചയും ഒക്കെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ടോ? ആയിരിക്കണമല്ലോ, നമ്മളങ്ങനെ കണക്കാക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മളെന്താ, കിഴക്ക് കാറ് വെച്ചാൽ മഴ പെയ്യുമെന്ന് പഴയ കാരണവന്മാർ പറയും. ഉറപ്പായിട്ട് പെയ്യും, അത് ലക്ഷണമാണ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയല്ലേ. അങ്ങനെ വെച്ചാണല്ലോ കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നത്. എന്തിനാണ് ഇവർ കണ്ടത്? UDF-ൻ്റെ 2 MLA-മാർ. അവർ ഉത്തരം പറയണം. തീർച്ചയായിട്ടും ഉത്തരം പറയണം. അവർ ബാധ്യസ്ഥരാണ് ഉത്തരം പറയാൻ. എന്തായാലും വലിയ ഒരു ഗുരുതരമായ ആരോപണമാണ് സ്റ്റീഫൻ ജോർജ് മുന്നോട്ട് വയ്ക്കുന്നത്. 2 MLA-മാർ, ഒരാൾ മോൻസ് ജോസഫ്, മറ്റൊരാൾ മാണി സി കാപ്പൻ, ഇരുവരും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ്. അതിന് മറുപടി വിടേണ്ടത് ഈ 2 MLA-മാർ തന്നെയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.